അമ്മയുടെ നല്ല പിന്തുണ ഈ മക്കൾക്കുണ്ട്. മക്കൾ വലിയൊരു കടമ്പ, ഞാൻ ആദ്യമേ പറഞ്ഞു, മക്കൾ വലിയൊരു കടമ്പ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി തങ്ങളുടെ തലമുറ അന്യാധീനപ്പെട്ടു പോകത്തില്ല. കാരണം ക്രിമിനലുകളായിട്ടുള്ളൊരു മക്കൾ തങ്ങൾക്കുണ്ടായി. ആ മക്കൾ ഇനി എല്ലാ കാര്യങ്ങളിലും ഈ പറയുന്ന രീതിയിൽ തന്നെ പൊക്കോളും. എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, അന്നൊരു ഊമക്കത്ത് വന്നിരുന്നു. പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ ഷഹബാസിൻ്റെ കൊലയാളികളെ ഞങ്ങൾ കൊല്ലുമെന്ന്. ആ ഒരു ഊമക്കത്ത് എന്തുകൊണ്ട് സത്യമാവുന്നില്ല? അല്ലെങ്കിൽ ആ ഊമക്കത്തായിട്ട് തന്നെ നിലനിൽക്കുമോ? എന്തായാലും ഷഹബാസിനെ പറയുന്ന കൊലയാളികളെ ഇവരുടെ വീട്ടുകാർ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. ഇന്നൊരു പക്ഷേ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഇവന്മാരെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് അവർ അച്ഛനും അമ്മയും ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ കിട്ടുന്ന വഴിയിലിട്ട് നാട്ടുകാർ കൂട്ടം കൂടി കൊന്നു കളയുക. കാരണം അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ല. ഇവന്മാരെന്തിനാണ് വെറുതെ ഭൂമിക്ക് ഭാരമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു കുട്ടികളായിട്ട് വളർന്നു വരുന്ന ക്രിമിനലുകളെ എന്തിനാണ് വളർത്തുന്നത്? ജനങ്ങൾ തന്നെ നിയമം കയ്യിലെടുത്ത് ഇവന്മാരെ വഴിയിലിട്ട് തന്നെ കൊന്നുകളെ, അച്ഛൻ്റെ അമ്മയുടെ മുന്നിലിട്ട് കൊല്ലണം. കാരണം ഷഹബാസിൻ്റെ കുടുംബം അനുഭവിച്ച വേദന ഇവരുടെ അച്ഛനും അമ്മയും അറിയണം, അല്ലെങ്കിൽ ഈ ലോകം മുഴുവനും അറിയണം. ഇങ്ങനെ ചെയ്യുന്നവന്മാർക്ക് ജീവിക്കാൻ യാതൊരു അർഹതയുമില്ല. ദൈവം നൽകി